ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ അതിനാനുപാതികമായിട്ട് മുന്നേറുന്നില്ല എന്ന് പലരും പരിഭവം പറയാറുണ്ട്. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്ത 25,052 എന്ന ലെവലിൽ നിന്നും ഇന്ന് നിഫ്റ്റി 25,151 എന്ന പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം 99 പോയിന്റിന്റെ ഒരു ഉയർച്ചയാണ് കാണിച്ചത്. അപ്പോൾ അത് ഏകദേശം ഒരു 0.4% ഒരു റാലിയാണ് നടന്നത്. അപ്പോൾ ഇവിടെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 0.45 ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 0.57% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പലപ്പോഴും മിഡ് ക്യാപ്പിന്റെയും സ്മോൾ ക്യാപ്പിന്റെയും അതിപ്രസരത്തിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളത് നിഫ്റ്റിയിലെ ലാർജ് ക്യാപ്പ് ഹെവി വെയിറ്റുകളിലാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോ ഡൗൺ ആയി തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ കൂടുതലായിട്ട് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ കഴിയും. അതിൽ 28 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ ഡിക്ലൈൻ ചെയ്തത് 22 സ്റ്റോക്കുകളാണ്. അതിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളല്ല, ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ്. നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ് ഏറ്റവും അധികം മുന്നേറിയത്. കൂടാതെ ബജാജ് ഫിൻസർവ്, അതുപോലെ ബജാജ് ഫിനാൻസ്, ഇത് രണ്ടും വമ്പിച്ച മുന്നേറ്റമാണ് നടത്തിയത്. അത് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ്. അതുപോലെ ബ്രിട്ടാനിയ നല്ല മുന്നേറ്റം FMCGയിൽ കാണിച്ചു. അതുപോലെ HCL ടെക്, അതുപോലെ ബജാജ് ഓട്ടോ, അതുപോലെ ITC, റിലയൻസ് പോലെയുള്ള ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ് മുന്നേറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ എന്തുകൊണ്ടാണ് ഡൗൺ ആയത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ 3 സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. R4iലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി 50 റാലിയിലെ പ്രധാന കോൺട്രിബ്യൂട്ടറായ ടാറ്റ മോട്ടോഴ്സ് ആണ്. നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സിന്റെ 2 സ്റ്റോക്കുകൾ നമ്മൾ മാർക്കറ്റിൽ കാണാൻ കഴിയും. ഒന്ന് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഫുള്ളി പെയ്ഡ് ഓർഡിനറി ഷെയർസ്, മറ്റൊന്ന് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയർസ് ക്ലാസ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് 3.57% മുന്നേറ്റമാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഓർഡിനറി ഷെയർസിൽ നമുക്ക് കാണാൻ കഴിയുക. അതായത് 1112 എന്ന പ്രൈസിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് DVR ഷെയർ അഥവാ ലിമിറ്റഡ് ഷെയറുകൾ അത് 760 എന്ന പ്രൈസ് റേഞ്ചിലാണ് കാണാൻ കഴിയുക. 1.77% ഒരു റാലിയാണ് അതിൽ നടന്നത്. അപ്പോൾ എന്താണ് ഈ DVR ഷെയർ, എന്താണ് ഓർഡിനറി ഷെയർ? അപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഒരു 2 ഷെയറുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അത് എന്തിനാണ് 2008 അങ്ങനെ ഒരു ഷെയർ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുമ്പെയാണ് ചെയ്തത്. അന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ വില 600 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടാറ്റ DVR ഷെയർ എന്നേക്കുമായിട്ട് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കാനും ടാറ്റ മോട്ടോഴ്സിലേക്ക് ലയിപ്പിക്കാനുമുള്ള ഒരു തീരുമാനം ഒരു വർഷം മുമ്പ് തന്നെ ടാറ്റ മോട്ടോഴ്സ് മാനേജ്മെന്റ് ഒരു തീരുമാനമായി എടുത്തിരുന്നു. അത് പിന്നീട് ഇൻവെസ്റ്റേഴ്സിന്റെ പൂർണ്ണമായ അപ്രൂവലും അവർ നേടിയിരുന്നു. നമുക്കറിയാം, ഇത് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള റെഗുലേറ്ററി അപ്രൂവൽ ഇതിനൊക്കെ ആവശ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത് ഒരു വർഷം കൊണ്ട് ഏകദേശം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഇപ്പോൾ സെപ്റ്റംബർ 1 അതിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ ഓഗസ്റ്റ് 30 ഈ ടാറ്റ മോട്ടോഴ്സ് DVRന്റെ അവസാനത്തെ ട്രേഡിംഗ് ഡേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ 2008 ജാഗ്വാർ ലാൻഡ് റോവർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കാർ ബ്രാൻഡിനെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ടാറ്റ മോട്ടോഴ്സ് അതിന്റെ പണം കണ്ടെത്തിയത് ഈ ലിമിറ്റഡ് വോട്ടിംഗ് ഷെയറിലൂടെയാണ്. അപ്പോൾ ആ ഷെയർ നാളെ സ്റ്റോക്ക് മാർക്കറ്റിനോട് എന്നേക്കുമായി വിട പറയുകയാണ്. അപ്പോൾ ഈ ഒരു മെർജറിലൂടെ 10 DVR ഷെയർ കൈവശമുള്ള ഒരാൾക്ക് 7 ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറാണ് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു റീസ്ട്രക്ചറിങ് നടക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഇക്വിറ്റി ക്യാപിറ്റലിൽ ഏകദേശം 4% ഒരു റിഡക്ഷൻ ഉണ്ടാവും. DVR മാർക്കറ്റിൽ നിന്ന് ഡിലിസ്റ്റ് ചെയ്യുന്നത് കാരണം ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഈ ടാറ്റ മോട്ടോഴ്സ് ഷെയർസിന്റെ ലിക്വിഡിറ്റി ഏകദേശം 18% വെച്ച് വർദ്ധിക്കുവാനും അത് കാരണമാകും. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ആക്ഷന്റെ ഭാഗമായിട്ട് ടോട്ടൽ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നാളെ ടാറ്റ മോട്ടോഴ്സിന്റെയും ടാറ്റ DVRന്റെയും ക്ലോസിംഗ് പ്രൈസ് വളരെ നിർണായകമാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഒരു മെർജറിലൂടെ DVR ഷെയറിന്റെ 1000 ഷെയറുള്ള ഒരാൾക്ക് എന്ത് ലാഭമാണ് കിട്ടുക എന്ന് നോക്കുകയാണെങ്കിൽ 1000 ഷെയർ DVR കൈവശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാർക്കറ്റ് വാല്യൂ ഇന്നത്തെ പ്രൈസ് അനുസരിച്ച് 7,60,000 രൂപയായിരിക്കും. അപ്പോൾ മെർജറിലൂടെ അവർ കിട്ടാൻ പോകുന്നത് ഈ 1000-ന് പകരം 700 ടാറ്റ മോട്ടോഴ്സ് ഷെയറുകളായിരിക്കും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ അത് 7,79,030 എന്നുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഏകദേശം 19,000 രൂപയുടെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം 19,000 രൂപയുടെ ലാഭം തീർച്ചയായിട്ടും 1000 DVR ഷെയർ ഉള്ള ഒരാൾക്ക്
ഉണ്ടാവും. എന്നാൽ നാളെ മാത്രമേ കൃത്യമായിട്ടുള്ള ചിത്രം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. കൂടാതെ ഇവിടെ ചില ടാക്സ് ഇംപ്ലിക്കേഷൻസും കൂടിയുണ്ട്. അത് ഈ DVR ഷെയർ ഹോൾഡേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ ക്വാണ്ടിറ്റിയിൽ ഇത് കൈവശം വെച്ചവർ സംബന്ധിച്ചു. കാരണം കമ്പനി ഡീലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ കാണുന്ന ലാഭം ഇൻവെസ്റ്റേഴ്സിന് വീതിച്ച് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡിവിഡൻ്റ് ആയിട്ടാണ് ഇത് കണക്കുകളിൽ കാണുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഡിവിഡൻറ്റിനുള്ള ടാക്സ് ഇൻവെസ്റ്റേഴ്സ് അടക്കേണ്ടതുണ്ട്. കൂടാതെ ഈ ഷെയറുകൾ ഒരു ട്രസ്റ്റ് വാങ്ങുകയാണ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഇത് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും. അപ്പോൾ അതും ഇൻവെസ്റ്റേഴ്സിന് ഒരു ബാധ്യതയായി മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി DVR ഷെയർ കൈവശമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു കോർപ്പറേറ്റ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത റിലയൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവരിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച ഒരു ബോർഡ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട ഇൻറ്റിമേഷനിൽ പറയുന്നത് അവർ സെപ്റ്റംബർ 5 ഒരു ബോർഡ് മീറ്റിംഗ് കൂടാൻ പോവുകയാണ്. അപ്പോൾ ഈ മീറ്റിംഗിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1:1 എന്നുള്ള അനുപാതത്തിൽ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് നൽകാനുള്ള ഒരു തീരുമാനത്തിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ 5 അങ്ങനെ ഒരു ബോർഡ് മീറ്റിംഗ് ഇവർ കൂടാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ളൊരു ഷെയറാണ്. ഇപ്പോൾ നിങ്ങൾക്കടുത്ത് ഒരു 100 റിലയൻസിൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ അതേപോലെ 100 ഷെയർ എക്സ്ട്രാ റിലയൻസ് നിങ്ങൾക്ക് ഫ്രീ ആയി തരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ 200 ഷെയറുകളായിരിക്കും ഒരു 100 ഷെയറുള്ള റിലയൻസിൻ്റെ ഷെയർ ഹോൾഡർക്ക് കിട്ടാൻ പോകുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം റിലയൻസിൻ്റെ പ്രൈസിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. അതുകൊണ്ട് തന്നെ ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇതിനെക്കൊണ്ട് ഉണ്ടാകുന്നില്ലെങ്കിലും നമ്മൾ ബോണസ് ഇഷ്യൂ കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ ഡിവിഡൻഡ് പോലെയുള്ള കോർപ്പറേറ്റ് ആക്ഷനിൽ അത് വലിയ ഗുണം ചെയ്യും. കാരണം കമ്പനിയുടെ ഫേസ് വാല്യൂ കുറയാതെയാണ് നമുക്ക് ബോണസ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ അവരുടെ 2009 മുതൽ ഇങ്ങോട്ട് 2 പ്രാവശ്യമാണ് ഇവർ ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഒന്ന് 2009 ഇവർ 1:1 എന്നുള്ള അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 2017 ഇവർ ബോണസ് ഇഷ്യൂ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 7 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ഒരു ബോണസ് ഇഷ്യൂ ആയിട്ട് ഇവർ രംഗത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ ബോണസ് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. നല്ല തോതിലുള്ള ഒരു ബൈങ്ങും സെയിം ടൈം പ്രോഫിറ്റ് ബുക്കിങ്ങും എല്ലാം ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ വന്നത് ഇരേഡ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവരിന്ന് എക്സ്ചേഞ്ച് സമർപ്പിച്ചിട്ടുള്ള അവരുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഔട്ട്കമിൽ പറയുന്നത് അവർ ഒരു 4500 കോടിയുടെ ഒരു ഫണ്ട് റേസിങ്ങുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇരേഡ എന്ന് പറയുന്നത് ഒരു ഫൈനാൻസ് കമ്പനിയാണ്. ഇവർ റിന്യൂവബിൾ എനർജി മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫൈനാൻസ് ആക്ടിവിറ്റി. അപ്പോൾ അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. ആ ഒരു ഫണ്ട് കണ്ടെത്തേണ്ട ഭാഗമായിട്ടാണ് ഈ ഒരു 4500 രൂപ റേസ് ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവർ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും പല ഓപ്ഷൻസ് അവർ മുന്നോട്ട് വെച്ചതായി കാണാം. അതിലൊന്ന് FPO ആണ്, അതായത് ഫോളോ അപ്പ് പബ്ലിക് ഓഫർ, QIP ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്, അതായത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുകൊണ്ട് അവർക്ക് ഷെയർ വിറ്റിട്ട് പണം ഉണ്ടാക്കുക. അപ്പോൾ 75% ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. എത്ര പെർസെൻറ്റേജ് ആണ് കുറക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് വരുമായിരിക്കും. അതുകൂടാതെ ഒന്നുകിൽ റൈറ്റ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കാം ഇത്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ കൊടുത്തുകൊണ്ടാകാം, അതല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാകാം. അങ്ങനെയുള്ള ഏത് സാധ്യതകളും അവർ ഓപ്പണായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ തന്നെ നടന്നേക്കാം. അപ്പോൾ അത് നമുക്ക് വ്യക്തമല്ല കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഇവർക്കിപ്പോൾ കമ്പനി ഓൾറെഡി ഇങ്ങനെ ഒരു ഡിസിഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇരേഡ എന്ന് പറയുന്ന ഒരു PSU കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള അപ്രൂവൽ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ എങ്ങനെയായാലും ഈ ഒരു തീരുമാനം ഇരേഡയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈസിൽ ചെറിയ തോതിൽ റിഡക്ഷൻ സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ചാർട്ടിൽ ഒരു സൈഡ് വേസിലാണ് ഈ സ്റ്റോക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വോളിയം കുറഞ്ഞു വരുന്നതായിട്ടും ഡിമാൻഡ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊരു ഓഫറും കൂടി വരുമ്പോൾ നമുക്കറിയാം വലിയ ക്വാണ്ടിറ്റി മാർക്കറ്റിൽ നിന്ന് റൈസ് ചെയ്യണമെങ്കിൽ ഇവർ കറണ്ട് മാർക്കറ്റ് പ്രൈസിലും കുറച്ചുകൊണ്ടായിരിക്കണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇത് അവരുടെ ഷെയർ വിൽക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എന്ന വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷെയറിൻ്റെ പ്രൈസ് ഡൗൺ ആവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇരേഡയിൽ ഒരു ഫ്രഷ് എൻട്രി ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് ഇതിൻ്റെ കൃത്യമായ തീരുമാനങ്ങൾ വന്നതിന് ശേഷം ആ ഒരു പ്രൈസ് റിഡക്ഷൻ വരുന്ന ഒരു സമയത്ത് ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും കൂടുതൽ. കാരണം ഇപ്പോൾ തന്നെ ഇതൊരു ഹൈ വാല്യുവേഷൻ ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ്. അതുകൊണ്ട് ആ ഒരു പ്രൈസ് റിഡക്ഷൻ വരുമ്പോൾ, ആ ഒരു ഡിപ്പ് വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്.
അപ്പോൾ ഏതായാലും ഈ സ്റ്റോക്കുകളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായ പഠനങ്ങൾ നടത്തുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.